ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറന്നു വയ്ക്കാം. ഓരോ ഹൃദയങ്ങളും ഈ വചനങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവ മക്കളും അഭിഷേകം കൊണ്ട് നിറയാൻ, കൃപ കൊണ്ട് നിറയാൻ, അവരുടെ ജീവിതം സൽപ്രവൃത്തികളാൽ അലങ്കൃതമായി തീരാൻ അവിടുന്ന് ഇടവരുത്തണമേ. പരിശുദ്ധ മാതാവേ, വിശുദ്ധരെ, മാലാഖമാരെ, ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവസ്നേഹം കൊണ്ട് നിറയാൻ, കൃപാവരങ്ങൾ കൊണ്ട് നിറയാൻ അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സൽപ്രവൃത്തികൾ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ ഓരോ മനുഷ്യനെക്കുറിച്ചും ഓരോ സ്വപ്നം ദൈവം മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാവരെക്കുറിച്ചുമുള്ള, ദൈവത്തിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനോഹരമായൊരു സ്വപ്നമാണ് നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറണം. ഹല്ലേലൂയ. ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള കർത്താവിൻ്റെ സ്വപ്നം അതാണ്. ഞാനും നിങ്ങളും വിശ്വാസികളായ ഓരോരുത്തരും ഈ ഭൂമിയിൽ അവരുടെ ജീവിതം സൽപ്രവൃത്തികൾ കൊണ്ട് അലങ്കൃതമാക്കണം, മനോഹരമാക്കി തീർക്കണം. എഫെസസ് ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 10-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ഒരിക്കൽ കൂടെ പറയാം, ഓരോരുത്തരും അത് ഹൃദയത്തിൽ ശ്രദ്ധിച്ച് കേൾക്കുക. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നമ്മൾ ഓരോരുത്തരെയും ദൈവമാണ് സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് ദൈവം നമ്മളെ മെനഞ്ഞതാണ്. അമ്മയുടെ ഉദരത്തിൽ ദൈവം തൻ്റെ മനോഹരമായ ആ കരങ്ങൾ കൊണ്ട് നമുക്കൊരു രൂപം നൽകി. അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സൽപ്രവൃത്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വിശുദ്ധ ബൈബിളിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾക്ക് വേണ്ടി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അപ്പം ഞാനും നിങ്ങളും വെറുതെ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകുന്നവരല്ല. അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയോ സ്വന്തം കുടുംബത്തിന് വേണ്ടിയോ മാത്രം ജീവിച്ച് മരിക്കേണ്ടവരല്ല. വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ സൽപ്രവൃത്തികൾ, ഞാനും നിങ്ങളും ചെയ്തു തീർക്കേണ്ട സൽപ്രവൃത്തികൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തി അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം പേര് ഇന്ന് സഭയിൽ, ലോകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി ധാരാളം സൽപ്രവൃത്തികൾ ചെയ്യുന്ന, ധാരാളം നന്മ ചെയ്യുന്ന ഒരുപാട് ജനം ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ അങ്ങനെയുള്ള സൽപ്രവൃത്തികളാലാണ്, അങ്ങനെയുള്ള നന്മകളാണ് അനേകരുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന് കാരണമായി തീർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ചെയ്യാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നില്ലെങ്കിലോ തിന്മ അതിൻ്റെ പ്രവൃത്തികളാൽ ഈ ലോകത്തെ നിറയ്ക്കും. സാത്താൻ അവൻ്റെ പ്രവൃത്തികളാൽ ലോകത്തെ നിറയ്ക്കും. കർത്താവ് പറഞ്ഞു, തിന്മയെ നന്മ കൊണ്ട് നമ്മൾ നേരിടണം. അന്ധകാരത്തെ പഴിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അന്ധകാരത്തെ പഴിക്കുകയല്ല ഞാനും നിങ്ങൾ ചെയ്യേണ്ടത്, മറിച്ച് അവിടെ പ്രകാശം തെളിക്കുകയാണ് ചെയ്യേണ്ടത്. അന്ധകാരത്തെ പഴിച്ചുകൊണ്ടിരുന്നാൽ, അന്ധകാരത്തെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും അന്ധകാരം മാറില്ല. തിന്മയെ ശാസിച്ചതുകൊണ്ടോ തിന്മയെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടോ അതിനെക്കുറിച്ച് വിലപിച്ചതുകൊണ്ടോ കാര്യമില്ല, മറിച്ച് നന്മ കൊണ്ട് തിന്മയെ കീഴടക്കുകയാണ് ചെയ്യേണ്ടത്. വെളിച്ചം വന്നു കഴിഞ്ഞാൽ അന്ധകാരത്തിന് സ്ഥാനമില്ല. അതുപോലെ തന്നെ തിന്മയുടെ പ്രവൃത്തികൾ ലോകത്ത് ഇല്ലാതായി തീരുന്നത് സൽപ്രവൃത്തികൾ കൊണ്ട് ലോകം നിറയുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. നമുക്ക് എളുപ്പമാണ്, ലോകം മുഴുവൻ തിന്മയാണ്, ലോകം മുഴുവൻ അന്ധകാരമാണ്, ആരും നന്മ ചെയ്യുന്നവരില്ല, സൽപ്രവൃത്തിയിൽ ചെയ്യുന്നവരില്ല എന്ന് പറയാൻ എളുപ്പമാണ്. എന്നാൽ കർത്താവ് പറയാണ്, സൽപ്രവൃത്തികൾ കൊണ്ട്
ദുഷിച്ച പ്രവൃത്തികളെ ഇല്ലാതാക്കണം. വെളിച്ചം കൊണ്ടുവന്ന് അന്ധകാരത്തെ മാറ്റുന്ന പോലെ, നന്മ കൊണ്ട് തിന്മയെ കീഴടക്കുന്നത് പോലെ നമ്മൾ നല്ല പ്രവൃത്തികളാലാണ് ലോകത്തിലെ തിന്മകളെ അകറ്റേണ്ടതെന്ന് വിശുദ്ധ ബൈബിൾ പഠിക്കും. അത് ഞാനും നിങ്ങളും ചെയ്യാൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ധാരാളം അവസരങ്ങൾ, ധാരാളം സാധ്യതകൾ സൽപ്രവൃത്തികൾക്ക് വേണ്ടി ഈ ഭൂമിയിലുണ്ട്. ഓരോരുത്തരുടെയും ജീവിതം അതിനുവേണ്ടി ആയിരിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റു ജാതികൾ, മറ്റു മനുഷ്യർ ഓരോ വിശ്വാസിയുടെയും സൽപ്രവൃത്തികൾ കാണുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനു വേണ്ടിയാണ് നമ്മളെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ചെയ്യാനായിട്ട് ഒരുപാട് സൽപ്രവൃത്തികൾ ഈ ഭൂമിയിലുണ്ട്, ഒരുപാട് നന്മ പ്രവൃത്തികൾ ഈ ഭൂമിയിലുണ്ട്. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഉദാസീനത മൂലം, മടി മൂലം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ സൽപ്രവൃത്തികൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ പിതാവിനെ മഹത്വപ്പെടുത്താനുള്ള ഒരവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. നമ്മൾ ചെയ്യാൻ വേണ്ടി പിതാവ് മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന ആ സൽപ്രവൃത്തികളെ ബോധപൂർവം നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജനം, മറ്റ് ജാതികൾ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഇല്ലാതായിത്തീരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട്, അത് കാണണം. നമ്മുടെ ഉള്ളിലുണ്ടായാൽ പോരാ. ഉള്ളിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളിൽ ഞാൻ പല നല്ല കാര്യങ്ങളും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് ആ പ്രവൃത്തി മറ്റുള്ളവർ കാണുകയെ നമ്മൾ ചെയ്യണം. നമ്മുടെ വിശുദ്ധര്, നമ്മുടെ പൂർവികർ അത് ചെയ്തിരുന്നു. അനേകരുടെ മുമ്പിൽ അവർ അവരുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ സൽപ്രവൃത്തികൾ കൊണ്ട് അവരുടെ ജീവിതത്തെ അവർ ധന്യമാക്കിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ മാതൃക നമ്മൾ ഈ കാലഘട്ടത്തിൽ പിന്തുടരേണ്ടതാണ്. എനിക്കും നിങ്ങൾക്കും ധാരാളം അവസരം ഈ ഭൂമിയിൽ സൽപ്രവൃത്തികൾ ചെയ്യാൻ, അല്ലെങ്കിൽ നന്മ ചെയ്യാനായിട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ധാരാളം അവസരങ്ങളുണ്ട്. നമ്മുടെ കൺമുമ്പിലൂടെ ഓരോ ദിവസവും എന്തുമാത്രം സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള അവസരമാണ് ദൈവം ഒരുക്കി വിടുന്നത്, ദൈവം കടത്തിവിടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബ് 4:17 വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവർ പാപം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് അത് ചെയ്യാതിരിക്കുന്നത് പാപമാണെന്നൊരു തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്കുണ്ടാകണം. ആ തിരിച്ചറിവ് ഇന്ന് അനേകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരവരുടെ ജീവിതയാത്രയിൽ ധാരാളം നന്മകൾ, ധാരാളം സൽപ്രവൃത്തികൾ ചെയ്ത് ഈ ഭൂമിയിൽ അവരുടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവർ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവർ പാപം ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ സൽപ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നത് ഒരു പാപമാണ്, ഒരു തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം ഓരോ ക്രിസ്ത്യാനിയുടെയും, ഓരോ വിശ്വാസിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണം. അത് ദൈവത്തിൻ്റെ വചനമാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന ഒരുപാട് സൽപ്രവൃത്തികൾ, അതേതാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നില്ലെങ്കിൽ വലിയ തെറ്റാണെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതം ഈ ഭൂമിയിൽ ധന്യമായി തീരുന്നത്, ദൈവത്തിൻ്റെ മുമ്പിൽ അംഗീകരിക്കപ്പെടുന്നത് ഈ സൽപ്രവൃത്തികൾ അവൻ ചെയ്യുന്നത് വഴിയാണ്. മദർ തെരേസയ്ക്ക് ആ ബോധ്യമുണ്ടായി. എൻ്റെ ജീവിതം സൽപ്രവൃത്തികളാൽ അലങ്കൃതമാകേണ്ട ഒരു ജീവിതമാണ്, ധന്യമാകേണ്ട ഒരു ജീവിതമാണ്. ആ പാവപ്പെട്ട വിശുദ്ധയായ ആ സിസ്റ്റർ ആ ജീവിതം അതിനുവേണ്ടി കാഴ്ചവെച്ചപ്പോൾ നമ്മുടെ ഭാരതം, ലോകം, എന്തുമാത്രം മനുഷ്യർ ആ വെളിച്ചത്തിൽ ജീവിക്കാനിടയായി. എത്രയോ മനുഷ്യർ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ മദർ തെരേസയുടെ പ്രവൃത്തികൾ വഴി ഇടയായി. എത്രയോ വിജാതിയർ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാൻ ഇടയായി. മദർ തെരേസയുടെ ശുശ്രൂഷകൾ വഴി രോഗികളോടും, നിരാലംബരോടും, അനാഥരോടും, പാവപ്പെട്ട മനുഷ്യരോടും ആ കന്യാസ്ത്രീ കാണിച്ച, വിശുദ്ധയായ ആ സിസ്റ്റർ കാണിച്ച ആ മഹനീയ പ്രവൃത്തികൾ വഴി ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ മറ്റ് ജാതികൾ അംഗീകരിക്കാൻ, മഹത്വപ്പെടുത്താൻ, പ്രശംസിക്കാൻ ഇടയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇതുപോലെയുള്ള അനേക പ്രവൃത്തികൾ വഴി നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെ ഈ ഭൂമിയിൽ ഉയർത്താൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മൾ? അത് ചെയ്യുന്നില്ലെങ്കിൽ പാപമാണെന്നല്ലേ യാക്കോബ് ശ്ലീഹ പറഞ്ഞത്? ചെയ്യേണ്ട നന്മ
അത് നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിട്ടും അവസരമുണ്ടായിട്ടും അതിനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് ദൈവം തന്നിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ് എന്ന് വചനം പഠിപ്പിക്കാൻ കാരണം ഇതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളാരും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ടവരല്ല. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടേതായ സ്വാർത്ഥപരമായ താല്പര്യം അതല്ല ഓരോ മനുഷ്യ സൃഷ്ടിയുടെയും അടിസ്ഥാന ലക്ഷ്യം. മറിച്ച് അവൻ സഹജീവികൾക്ക് വേണ്ടി കൂടി ജീവിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ സത്യം ദൈവത്തിൻ്റെ ആത്മാവിനാൽ തിരിച്ചറിഞ്ഞ ഒരുപാട് ജീവിതങ്ങൾ അവരുടെ ജീവിതത്തിൽ വിലപ്പെട്ടതെല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതി ഈ സൽപ്രവൃത്തികൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റും. ധനാഢ്യരായ എത്രയോ മനുഷ്യർ, എത്രയോ പാവപ്പെട്ട മനുഷ്യർ, എത്രയോ വിദ്യാഭ്യാസമുള്ളവർ, എത്രയോ കഴിവുള്ളവർ, അതെല്ലാം നമ്മുടെ കർത്താവിനെ പ്രതി വേണ്ടാന്ന് വെച്ച്, അല്ലെങ്കിൽ അതെല്ലാം ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, സൽപ്രവൃത്തികൾക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയിൽ, നമ്മുടെ ലോകത്ത് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ മറക്കാൻ പാടില്ല. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഈ നന്മ ചെയ്യാനുള്ള ഒരു വിളി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിളിൽ ലൂക്കാസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഒരു ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. നോക്കൂ, രണ്ട് വ്യക്തികളെ കർത്താവ് അവിടെ നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുകയാണ്. ഒന്ന്, ഒരു ധനവാൻ, ഒരുപാട് സമ്പത്തുള്ളൊരു മനുഷ്യൻ, ഒരുപാട് സുഖലോലുപതയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അവൻ്റെ പടിവാതിക്കൽ ഒരു ലാസർ കിടന്നിരുന്നു. അവനോ ശരീരം മുഴുവൻ വ്രണങ്ങളുടെ നിറഞ്ഞ് നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കുന്ന വിധത്തിൽ അത്രമാത്രം ദയനീയ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. നോക്കൂ, ഈ ധനവാന് സൽപ്രവൃത്തികൾ ചെയ്യാൻ ഒരവസരം അവൻ്റെ കൺമുമ്പിൽ ദൈവം ഒരുക്കി വെച്ചു. എന്നിട്ട് കർത്താവ് ആ വചനഭാഗത്തിലൂടെ ലൂക്കാസ് സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ, ആ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഒരു കഷ്ണം അപ്പം കൊണ്ട് വിശപ്പടക്കാൻ ഈ ദരിദ്രൻ ആഗ്രഹിച്ചു, ഈ ലാസർ ആഗ്രഹിച്ചു. അവന് കിട്ടിയില്ല. ആ ധനവാൻ മരിച്ചു. ഇതാ അവൻ നരകാഗ്നിയിലേക്ക് എറിയപ്പെട്ടു. ആ ലാസർ മരിച്ചു. അവൻ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് ദൂതന്മാർ സംവഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിലൂടെ എന്താണ് ദൈവം നമ്മൾ പറയുന്നത്? ഈ ധനവാന് ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനും തൻ്റെ സഹോദരങ്ങൾക്ക് ഒരു സൽപ്രവൃത്തി ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൺമുമ്പിൽ വെച്ചു കൊടുത്തിട്ടും അതിനെതിരെ കണ്ണടച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മളെ കർത്താവ് ബോധ്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ ആഡംബരത്തിലും സുഖലോലുപതയിലും നമ്മൾ മറ്റു പല ജീവിത സുഖങ്ങളിലും നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ നിനക്ക് സൽപ്രവൃത്തി ചെയ്യാൻ ഒരവസരം നിന്റെ കൺമുമ്പിൽ കർത്താവ് ഒരുക്കി വെച്ചിട്ടില്ലേ? അത് കാണാറുണ്ടോ? അത് ഗൗനിക്കാറുണ്ടോ? അത് ശ്രദ്ധിക്കാറുണ്ടോ? അതൊന്നും എൻ്റെ ഡ്യൂട്ടി അല്ല, അതൊന്നും ഞാൻ ചെയ്യേണ്ടതല്ല, അതൊന്നും എൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന് വിചാരിച്ച് ഈ ധനവാനെ പോലെ നീ കണ്ണടച്ച് കടന്നു പോകുന്ന ഒരു മനുഷ്യനാണോ? അതാണോ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഭൂമിയിൽ? എൻ്റെ പ്രിയ ദൈവജനമേ, ഈ ഭൂമിയിൽ എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സൽപ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ആ ധനവാന്റെ കൺമുമ്പിൽ എന്താ കണ്ടത്? അവന് ചെയ്യാവുന്ന ഒരു സൽപ്രവൃത്തി ദൈവം ഒരുക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, മകനെ, നീ ഇത് ചെയ്യുക. അങ്ങനെ നിന്റെ ദൈവത്തെ ഭൂമിയിൽ ജാതിയുടെ ഇടയിൽ മറ്റു മനുഷ്യരുടെ ഇടയിൽ മഹത്വപ്പെടുത്തുക. പക്ഷേ അവനത് സാധിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ അവസാനം എന്താണെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ധനവാൻ നിത്യ നരകാഗ്നിയിൽ പീഡിപ്പിക്കപ്പെടുക. ലാസറോ കഷ്ടതയുടെ നടുവിലാണെങ്കിലും അവൻ ആശ്വാസം. അതുപോലെ തന്നെ ലൂക്കാസ് സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മറ്റൊരു സംഭവം മനസ്സിലാക്കുന്നുണ്ട്. ഒരു വലിയ ധനാഢ്യൻ്റെ കൃഷിസ്ഥലം വളരെയേറെ വിളവ് നൽകി, ഒരുപാട് സമൃദ്ധി അവന് ദൈവം അങ്ങോട്ട് കൊടുത്തു. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എനിക്കും നിങ്ങൾക്കും ധാരാളം കഴിവ് തരും, ധാരാളം സമ്പത്ത് തരും, ധാരാളം ഒരുപാട് നന്മ ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകൾ ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുണ്ട്, അത് ചെയ്യാനുള്ള അവസരം വീണ്ടും തരും. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ ഈ ധനവാന് അവൻ്റെ കൃഷിയിടം ഒരുപാട് വിളവങ്ങോട്ട് നൽകി, സമൃദ്ധി കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞു. ഇതെല്ലാം കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് ആനന്ദം കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എന്തു ചെയ്യും? ഈ വിളവെല്ലാം ശേഖരിക്കാൻ എൻ്റെ അറപ്പറയിൽ സ്ഥലമില്ലല്ലോ. ഞാനത് പൊളിച്ച് കൂടുതൽ വലിയ അറപ്പറകൾ പണിയും. എന്നിട്ട് എൻ്റെ ധാന്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് സംഭരിക്കും.
എൻ്റെ സകല സമ്പത്തും അതിനകത്ത് സംഭരിച്ചു വയ്ക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ടത് ഇതാ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, തിന്നുകുടിച്ച് ആനന്ദിക്കുക. അന്ന് രാത്രി ദൈവം ആ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞു, ഭോഷ, ഇന്ന് നിൻ്റെ ആത്മാവിനെ നിന്നിൽ ഞാൻ ആവശ്യപ്പെടും. നീ സൽപ്രവൃത്തികൾ ചെയ്ത് നിൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിച്ച് നിൻ്റെ ദൈവത്തെ ഭൂമിയിൽ മഹത്വപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ട് നിൻ്റെ കൃഷിയിടം ഒരുപാട് വിളവുകൾ നൽകി. പക്ഷെ നീ എന്താ ചിന്തിച്ചത്? നീ വലുത് പണിത് അതിനകത്തെല്ലാം ശേഖരിച്ചു വെച്ച് നിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീ ഉപയോഗിക്കും എന്നാണോ ചിന്തിക്കുന്നത്? ഇത് കേൾക്കുന്ന ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിനക്ക് ധാരാളം സമ്പത്തുള്ളപ്പോൾ, നിനക്ക് ധാരാളം കഴിവുള്ളപ്പോൾ, ധാരാളം സാധ്യതകൾ നിൻ്റെ മുമ്പിൽ ഉള്ളപ്പോൾ, പ്രിയപ്പെട്ടവരെ, അതെല്ലാം നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അങ്ങനെ നമ്മുടെ കൃഷിയിടം ധാരാളം വിളവ് നൽകുമ്പോൾ, ജോലി ചെയ്ത് ധാരാളം സമ്പത്ത് നമുക്ക് കിട്ടുമ്പോൾ, ധാരാളം അവസരങ്ങൾ നമുക്ക് ദൈവം നമ്മുടെ കൺമുമ്പിൽ വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ജന്മനാ ഒരുപാട് കഴിവുള്ള വ്യക്തിയായി ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് ഉപയോഗിക്കാനാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അതാണോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഈ വചനം ശ്രവിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ആഴത്തിൽ പതിയട്ടെ. എന്തിനാണ് ദൈവം സമൃദ്ധമായി നമുക്ക് നൽകിയത്? എൻ്റെ സഹോദരങ്ങളെ, ആ ധനവാൻ ഇങ്ങനെ ചിന്തിക്കണ്ടായിരുന്നോ? എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ഒരുപാട് നൽകി. ആ നൽകിയതിൽ ഒരു നല്ല ഭാഗവും ഞാൻ അനേകർക്ക് സൽപ്രവൃത്തികളായി ചെയ്തു കൊടുത്ത് അനേകർക്ക് ഉദാരമായി നൽകി എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും. അനേകർക്ക് ഈ സമ്പത്ത് അനുഗ്രഹത്തിന് കാരണമായി തീരും. ഞാനതുപോലെ ചെയ്യും എന്നാ ധനവാൻ ചിന്തിച്ചിരുന്നെങ്കിൽ ദൈവം അവനെക്കുറിച്ച് എന്തുമാത്രം സന്തോഷിക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് നൽകിയ കഴിവ്, നിങ്ങൾക്ക് നൽകിയ അവസരം, നിങ്ങൾക്ക് നൽകിയ സമ്പത്ത്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സൗന്ദര്യം, സകലതും മറ്റുള്ളവർക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ഭൂമിയിൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം എത്ര വളരുമായിരുന്നു. ഇതിലേക്കല്ലേ എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്? ഇതിലേക്കല്ലേ യേശുക്രിസ്തുവിൽ നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ കൺമുമ്പിൽ അങ്ങൊരുക്കിയിരിക്കുന്ന ധാരാളം അവസരങ്ങൾ അത് അനേകർക്ക് നന്മ ചെയ്യാൻ, അനേകർക്ക് സൽപ്രവൃത്തികളായി ചെയ്തു കൊടുക്കാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് കണ്ട സ്വപ്നം പൂർത്തിയാക്കുന്ന വിധത്തിൽ സൽപ്രവൃത്തികളാൽ എൻ്റെ ജീവിതം അലങ്കൃതമായി തീരാൻ, ധന്യമായി തീരാൻ അവിടെ നിന്ന് എനിക്ക് ഇടവരുത്തണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതുവഴി കർത്താവിൻ്റെ മഹത്വം ഭൂമിയിൽ വർദ്ധിക്കുകയും ആ സൽപ്രവൃത്തികൾ വഴി നമ്മൾ ഓരോരുത്തരും സമൃദ്ധമായി ദൈവാനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം. വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: അവർ സൽപ്രവൃത്തികളിൽ സമ്പന്നരും നന്മ ചെയ്യുന്നവരുമായി മാറട്ടെ. അവർ സൽപ്രവൃത്തികളിൽ സമ്പന്നരും ധാരാളം നന്മ ചെയ്യുന്നവരുമായി മാറട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആദ്യം പറഞ്ഞ വചനം ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എഫെസോസ് ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഓർക്കുക, നമുക്കൊരുപാട് സൽപ്രവൃത്തികൾ ചെയ്തു തീർക്കാനുണ്ട്. നീ തുടങ്ങിയിട്ടില്ലെങ്കിൽ, ഇന്നുവരെ ചെയ്തിട്ടില്ലെങ്കിൽ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് അതിന് ഒരു തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം അതിനുവേണ്ടി തൻ്റെ ആത്മാവിൽ നിങ്ങളെ ശക്തീകരിക്കട്ടെ. ദൈവം നമ്മുടെ കൺമുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ഒരു നന്മ പ്രവൃത്തിയും കണ്ണടച്ച് കളയാതെ അത് ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സമൃദ്ധമായൊരു അഭിഷേകം ഇന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരവസരം പോലും നഷ്ടപ്പെടുത്താതെ എല്ലാം അനേകർക്ക് നന്മയായി ചെയ്യാൻ കർത്താവിൻ്റെ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി, കണ്ണുകൾ അടച്ച്, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ എന്തിനു സൃഷ്ടിച്ചു എന്നൊന്ന് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിച്ചത് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ധാരാളം സൽപ്രവൃത്തികൾ ചെയ്യാൻ, അങ്ങനെ പിതാവിനെ മഹത്വപ്പെടുത്താൻ നമ്മുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കർത്താവിൻ്റെ കാരുണ്യം നമുക്ക് യാചിക്കാം. ആ ധനവാന്റെയും കൃഷിയിടം സമൃദ്ധമായി വിളവ് നൽകിയ ആ പോഷനായ ധനികൻ്റെയും ഒക്കെ ചിന്ത നമ്മുടെ മനസ്സിൽ ഒളിമങ്ങാതെ കിടക്കട്ടെ.
ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ അത് അനേകർക്ക് നന്മയായി ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാൻ ഇടവരട്ടെ. കർത്താവ് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും ഇത് കേട്ട സകലരും അനുഗ്രഹം പ്രാപിക്കാൻ ഇടവരുത്തട്ടെ. നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം കർത്താവിനെ ആരാധിക്കാം. ദൈവമേ, എൻ്റെ ജീവിതം സൽപ്രവൃത്തികൾ കൊണ്ട് നിറയട്ടെ. അനേകർക്ക് നന്മ ചെയ്യുന്നൊരു ജീവിതമായി എൻ്റെ ജീവിതം മാറട്ടെ. കർത്താവെ, അതിനുള്ള കൃപ ഈ ദാസരുടെ മേൽ വർഷിക്കണമേ. പരിശുദ്ധ മാതാവേ, അതിനുവേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.